കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുഴുത്ത കൊല. ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഈശോയെ, ഞാനും കൊലക്കേസ് പ്രതിയായിട്ട് വരുമല്ലോ. പോത്തെ വിളിച്ചു പോയി ആളെ കൂട്ടട്ടടാ. എടാ, ആ ശിവദാസൻ നായർ 6 മാസത്തിന് മുമ്പ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് പലിശ പോലും തന്നില്ലടാ. വണ്ടിക്കൂലിക്കാവട്ടാ. ശിവദാസൻ, നിന്റെ കൊല കായ കൊള്ളലേടാ. കത്രീനാമേ, പലിശ റെഡി. കൂട്ടുപലിശക്കവന്റെ മെറ്റ കൊലം വിട്ടട്ടെ, അല്ലെങ്കിൽ ഞാൻ മൊത്തം വിളിച്ചു പോവാതെ ആളുകൾ കാണുന്നതിന് കൊണ്ടുപോയി. കത്രീനാമേ, ഇതുപോലത്തെ പരിപാടി ഇനിയുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. എനിക്കൊന്ന് തയ്യാറാവാനാണെന്നേ. കൊല വെട്ടുന്ന കേസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. ഇവിടെ ഇരിക്കട്ടെ ശിവദാസന്റെ കൊല. കത്രീനമ്മേ, രണ്ട് ദൃക്സാക്ഷികൾ. കത്രീനമ്മേ, ആ ഒളിച്ചോടി പോയ ലോനപ്പന്റെ മൂത്ത മോള് പയ്യനോ. എന്നടാ ഒളിച്ചതേ ഉള്ള ഓടാനൊത്തില്ലയോ? ഉപദ്രവിക്കില്ലേ കത്രീനാമേ? ഞങ്ങൾ സഹായിക്കണം കത്രീനാമേ. എന്നടാ സഹായിക്കേണ്ടേ? എടാ, മാനമര്യാദക്ക് ജീവിച്ചോണ്ട് പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയച്ചേ എന്താ സഹായിക്കണ്ടേ? എടാ, മതം മാറി പ്രണയിക്കാൻ എളുപ്പമാ, പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോഴേ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവത്തുള്ളൂ. എടാ, കത്രീനാമ സഹായിക്കണമെങ്കിൽ നീ സത്യക്രിസ്ത്യാനി ആവണം. പറ്റുമോ നിന്നെ കൊണ്ട്? അയ്യോ, എനിക്കിനി ജീവിക്കണ്ടേ. അച്ഛല്ലേ മതി കാറിയത്. ഇങ്ങോട്ട് വാ. എന്താ? പെൺപിള്ളേര് പ്രായമായ കെട്ടിച്ചയക്കണം, ഇല്ലെങ്കിൽ അവരവരുടെ സ്വന്തം വഴി നോക്കും. ഞാൻ കണ്ടതുകൊണ്ട് കാര്യമായി, ഇല്ലെങ്കിൽ വേറൊരു മതക്കാരനോട് ഒളിച്ചോടി പോകാനിരുന്നതാ. ഇത് വലിയ കൊലച്ചതിയായി പോയി കത്രീനാമേ. എന്നാ ഒരെണ്ണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാ എന്നോട് അവരൊക്കെ കേൾക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ലേ. കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടണമെങ്കിൽ എന്നാ പാടാ. ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്നാ വിലയാ. മോളെ, കത്രീനാമയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. പറ്റിയ ഇന്ന് രാത്രി തന്നെ വിട്ടുപോയിക്കോ. ധൈര്യമായിട്ട് വിട്ടോ. അവരൊക്കെ നമുക്ക് വിട്ടുപോകാം. ഇല്ല, തടി കേടാവും. മിണ്ടാതിരി ബാലിട്ട് ആട്ടല്ലേ, എന്റെ നേരത്തെ വെള്ളം തെറിക്കുവേ. പറഞ്ഞേക്കാം. പിന്നെ ചുട്ടിക്കിടക്കുവാണല്ലോ. എന്നാടി ഈയിടെയായിട്ട് നിനക്ക് പാല് കുറവ്? കുറച്ച് പിണ്ണാക്ക് തിന്നാ മതി കേട്ടോ. എല്ലാം കൂടെ കുടിച്ചേച്ചേ പാല് കുറച്ച് തന്നാൽ എങ്ങനെയാ? അവിടെ നില്ലെന്നാ മുത്തേ, ഒന്ന് പോകുന്നുണ്ടോ? ഒരു മുത്ത് കത്രീനാമ കണ്ട കാണുകയില്ലാന്ന് തൊഴുത്തില്ല. ആ തെക്ക നോക്കിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. നെയ്യാ പൈസ ശമ്പളം ഇല്ലാഞ്ഞിട്ടും എല്ലാം സഹിച്ചോടെ കഴിയണതേ ദേ ഈ ഒരു പ്രതീക്ഷ. ഒന്ന് പോകുന്നുണ്ടോ? കല്ലിലരച്ച് നടുവടിയുമ്പോഴാ ഇയാളുടെ ശൃംഗാരം. ഓ, മിക്സിയിൽ അരച്ചാ കറണ്ട് കാശ് കൂടുന്നാ പറയുന്നേ. അന്നമ്മോ, ഒന്ന് അനങ്ങി നടക്കടി. എന്നാ അത്ര താമസം? അങ്ങോട്ട് പിടിക്ക്. റബ്ബറിന്റെ തുരിശടിക്കാൻ എത്ര പേരുണ്ട്? ചിണ്ടനും കൂട്ടി 3 ആള്. കാട് വെട്ടാൻ ആളില്ലേ? ഉവ്, പെണ്ണുങ്ങള് 2 ആള്. വാഴയ്ക്ക് തടം വെട്ടാനോ? 4 ആള്. അപ്പൊ ആകെ 9 പേര്. അപ്പൊ 1 കിലോ അരി കൊണ്ട് 6 പേർക്ക് സുഖമായിട്ട് ഏമ്പക്കം വിട്ടുണ്ണാം. ഒരു കാര്യം ചെയ്, 1.5 കിലോ അരി തല വെട്ടിയും കിട്ടും. ഏതരിയേടണ്ടേ? എടി പൊട്ടി, നീ ദിവസവും എന്നോട് എന്നത്തെ ചോദിക്കുന്നേ? സർക്കാർ 1 രൂപയ്ക്ക് അരി തരുന്നതേ കണ്ണിന് കഞ്ഞി വെച്ചു കൊടുക്കാനല്ല, മനുഷ്യർക്ക് തിന്നാനാ. 1 രൂപ അരി കരിഞ്ചന്തക്കാര് കൊണ്ടുപോയി കളറ് പൂശി പോളിഷ് ചെയ്ത് വരുമ്പം അതിന്റെ പേര് മട്ടയരി. വില 32 രൂപ. മനസ്സിലായിടി വെളിവില്ലാത്തോളെ? അകത്തിരിക്കുന്ന കുത്തരി കണ്ടോണ്ട് അതിന്റെ ഇളക്ക വന്ന് എനിക്കറിയാം. സാന്ദ്രകൊച്ച് വരുമ്പോഴേ ഇച്ചിരി ചോറ് വെച്ചു കൊടുക്കാനുള്ളതാ കേട്ടോ. എന്നതാ കറി വെക്കണ്ടേ? നമുക്കിന്ന് കുറച്ച് പോത്ത് വാങ്ങിച്ചാലോ? അയ്യോ, അങ്ങനെ തന്നെ നിക്കടാ മോനെ, പോത്ത് തോറ്റു പോവൂടാ. എന്നാടാ നിന്റെ മുഖത്ത്? ആരെങ്കിലും ഇപ്പൊ മൂക്കുത്തി വീണോ നീ? അല്ലല്ല, അമ്പലത്തിൽ നിന്ന് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ തേച്ചതാ. കണ്ണ് കിട്ടാതിരിക്കാൻ പറ്റിയൊരു രൂപ. അല്ല, നമ്മുടെ പോത്തിന്റെ കാര്യം. ഇന്നെന്നാ ദിവസാ? ഫ്രൈ. വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച? അയ്യോ, കർത്താവ് മരിച്ച ദിവസം ആരേലും സത്യക്രിസ്ത്യാനികൾ ഇറച്ചി തിന്നോടാ മോനെ. ഓ, ഇന്നലെ വ്യാഴം കൊച്ചുറാശി പുണ്യാളത്തിലെ ദിവസം പറഞ്ഞ് വാങ്ങിച്ചില്ല. അതിനു മുമ്പ് ബുധൻ, അത് സെന്റ് തോമസ് ഡേ, അന്നും വാങ്ങിയില്ല. പിന്നെ ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യാളൻ, തിങ്കൾ മരിച്ച ആത്മാക്കളുടെ ദിവസം. ഇനി എന്നാണ് കത്രീനാമേ കുറച്ച് ഇറച്ചി വാങ്ങിച്ചു നിന്ന് മരിക്കണത്? നീ എന്നത്തിനാ അവരൊക്കെ മരിക്കുന്നേ? വേണ്ടായോ? എടാ, പോത്തിറച്ചി എനിക്ക് ആഗ്രഹമില്ലേ? നല്ല പോത്തിന്റെ നെഞ്ചാങ്കോട് നോക്കി മേടിച്ചോണ്ട് വരണം. ഒരു 3-4 കിലോ അരിയണം. എന്നിട്ട് ഇച്ചിരി ചുമന്നുള്ളി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഇഞ്ചി എല്ലാം കൂടെ നല്ലോണം എണ്ണയിലിട്ട് അങ്ങോട്ട് വഴറ്റണം. ഇറച്ചി എടുത്ത് അങ്ങോട്ട് ഇടണം. തേങ്ങ കൊത്തി അരിഞ്ഞത് അങ്ങോട്ട് ഇടണം. മുളകും മല്ലി എല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചത് അങ്ങോട്ടിട്ട് മസാലയിട്ട് ചാറ് പരുവത്തി
കുറുകി വരുമ്പോ എന്നാ കമകമാന്നും പടം ഓ ഒറ്റിരിപ്പിന് ഒരു ഇരുന്നാഴരിയുടെ ചോറിയില്ല. ഉണ്ണല്ല അതാ വാങ്ങിക്കാത്ത വയറ് നിറച്ചുണ്ടാലേ ഉറക്കം വരും, പിന്നെ ആരും പണിയെടുക്കുകയല്ല. അപ്പൊ ഇന്നും വാഴപ്പിണ്ടും ചക്കക്കുരും ശരം. ചേമ്പത്താൾ കറി വെച്ചോ, വേണമെങ്കിൽ ഇച്ചിരി പുളിയും മുളഞ്ഞു പിടിക്കോ, എല്ലാരും നല്ലോണം കഴിച്ചോട്ടെ. അപ്പുറത്താരണ്ട് വന്നൊന്നടാ, പിരിവേറാണെങ്കിലേ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണേ. അയ്യോ ഞാൻ പറയത്തില്ല. കർത്താവ് മരിച്ച ദിവസം സത്യക്രിസ്ത്യാനികൾ നുണ പറയാൻ പാടില്ല. ഒരെണ്ണം വെച്ചു എന്നാലുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലടാ. മാപ്രാങ്കുടി പള്ളിയുടെ കൊടിമരത്തിന് സ്വർണം പൂശണം വന്നാ ഞങ്ങൾ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. പൂശണം വിളിച്ചാ വെളിപ്പുറത്ത് വരുന്ന പുണ്യാളനാ. ഒരു ദിവസം പോലും ഞാൻ വിളിക്കാൻ മറക്കുകയല്ല. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്നാ വില? പിന്നെ 1.5 കോടിയാ ബഡ്ജറ്റ്. തട്ടകത്തെ കുട്ടിച്ചൻ പറഞ്ഞിട്ടുണ്ട്, കത്രീനാമ്മ നല്ല കൈപ്പുണ്യമുള്ള ആളാണ്. അയ്യോ അതുകൊണ്ട് പിരിവാദ്യം ഇവിടുന്ന് തുടങ്ങാമെന്ന് വെച്ചു. പിരിവല്ല കേട്ടോ, കൈനീട്ടം. ആയിക്കോട്ടെ അവരനെ ഓടാ. ചേട്ടന്റെ പേരെന്താ? കത്രിക്കൽ കുര്യാച്ചൻ. പണ്ട് തോമാസ് ലീഗ വന്ന കാലത്ത് മാർഗം കൂടിയ വീട്ടുകാരാ. അന്ന് വല്യപ്പന്റെ മാർഗം കൂടിയപ്പോ എന്റെ പുണ്യാളാ, ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ലേടാ. അയ്യോ കർത്താവ് തമ്പുരാനെ, അയ്യോ ഇതെന്താ 5 രൂപ. തുടക്കം എപ്പോഴും ലളിതമായിരിക്കണം. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റവാ. അപ്പൊ ഒട്ട് സമയം കളയണ്ട. പടിഞ്ഞാറത്ത് തോമസ് തൊട്ടി പോകുന്നതിന് മുമ്പാണെങ്കിലേ കാര്യം നടക്കും. നല്ല ചിക്കല് കിട്ടും. ആ കുട്ടിച്ചനെ ഒന്ന് ഈ കാണട്ടെ. രസീത് മറക്കരുത് കേട്ടോ. രസീത് നാളെ സ്പീഡ് പോസ്റ്റിൽ അയച്ചേക്കാം. എനിക്കല്ല, കണക്കപ്പിള്ളക്കല്ലേ നിർബന്ധമാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. വെറുതെ ആയിപ്പോയി. കത്രീനാമ്മ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ വിശേഷം? ഞങ്ങളൊരു പരിപാടിക്ക് പിരിവിനല്ലേ ചെല്ലി. ചെല്ല്. ചാക്കുംപൊടി കിട്ടും. ഈ 5 രൂപ പലിശ അടക്കം നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കൂടാ. എനിക്ക് ഇന്നേ വരെ ശമ്പളം തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലല്ലോ. ഇനി നീ നമസ്കാരം. 10 രൂപ കട്ട്. ഞങ്ങളെ കർത്തവ്യ വായനശാലയുടെ ഭാരവാഹി. ഓ, ഒട്ടും സമയം കളയരുത്, പിടിച്ചാട്ടെ. അയ്യോ പിരിവിനൊന്നുമല്ല. വായനശാലയുടെ ഈ വർഷത്തെ മികച്ച കർഷകർക്കുള്ള അവാർഡ് കത്രീനാമ്മയ്ക്ക്. അതെന്നാണ് അവാർഡ് എന്ന് പറയുന്നത്? അവാർഡ് എന്നെ തടയുമായിരിക്കും. ഫലകവും പ്രശസ്തി പത്രവും. ഓ, പലകയും പ്രശസ്തിയും വെച്ച് എന്നാ ചെയ്യാൻ? അവരുടെ ചിക്കരി വല്ലതും തടയുവോ? എന്റെ ഭാരവാഹികളെ, പറമ്പിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ട്. പിന്നെ സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതി വന്നത് കാരണം പണിക്കാരെ ആരെയും കിട്ടാനില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. തൊഴിലിനും ഉറക്കത്തിനും കൂടെ ചേർത്ത് 185 രൂപ കിട്ടുന്നുണ്ട്. എന്നെ പോലെയുള്ള പാവപ്പെട്ടവരുടെ നടു ഒടിക്കാൻ വേണ്ടിയാ സർക്കാർ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചിക്കരി തടയാത്ത ഒരു കാര്യത്തിലും കത്രീനെ കിട്ടുകയില്ല. അയ്യോ കത്രീനാമ്മ വരാതിരിക്കരുത്. എന്നടാ ചെയ്യുന്നത്? ഞാൻ എന്നെ നമ്മുടെ വണ്ടി കുറച്ച് പെട്രോളും കടിച്ചോട്ടെ. അതെ ഒരു 10-25 ലിറ്റർ. അത്ര തന്നെ. അങ്ങനെ കർത്തവ്യ വായനശാലയുടെ ഈ വർഷത്തെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ കത്രീനാമയെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവാർഡ് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി ഓഫീസർ പ്രിയങ്കരനായ എബ്രഹാം സാറിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയ കർത്തവ്യ വായനശാലയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരികയാണ്. മെഡിസിനും എഞ്ചിനീയറിംഗിനും നൽകുന്നതിനേക്കാൾ പ്രാധാന്യം അവർ കാർഷിക വിദ്യാഭ്യാസത്തിന് നൽകുന്നു. ഹൈടെക് കൃഷിയാണ് അവിടെ. തന്മൂലം ഉൽപാദനം കൂടുകയും ചെയ്യുന്നു. പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കാണാത്തവരാണ് ഈ നാട്ടിലെ മിക്ക കർഷകരും. നേരെ ചൊവ്വേ ഇംഗ്ലീഷിൽ 4 അക്ഷരം എത്ര പേർക്കറിയാം? നവീന സാങ്കേതിക വിദ്യ എത്ര പേർക്കറിയാം? നമ്മൾ എന്നും കഴിക്കുന്ന മരിച്ചിനി, അതെ കപ്പ, അതിന്റെ ശാസ്ത്രീയ നാമം മാനിഹോൾ ലൂട്ടിലിസിമ, ഇത് എത്ര പേർക്കറിയാം? നമ്മൾ എന്നും കഴിക്കുന്നതാ. കത്രീനെ പോലെയുള്ള കൃഷിക്കാർക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കൃഷിക്ക് പ്രയോജനപ്പെട്ടേനെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ അവാർഡ് കത്രീനയ്ക്ക് സമ്മാനിക്കുക. വന്നട്ടെ വഴിവിട് കൈയിട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെപ്പോലെ ഒരു നാട്ടിൻപുറത്തുകാരിയെ കണ്ടുപിടിച്ച് ഒരു അവാർഡ് തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നമ്മളൊക്കെ ഒരേപോലെയുള്ള നാട്ടിൻപുറത്തുകാരാ, വിദ്യാഭ്യാസവും കുറവാണ്. ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞായിരുന്നു, ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഹൈടെക് കൃഷിയാണ്. ഇവിടുത്തെ കർഷകർക്കൊന്നും വിദ്യാഭ്യാസം പോരാ, ഇംഗ്ലീഷും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ നല്ല വിളകൾ കൊയ്യാമായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കുക,
ചോദിച്ചോട്ടെ സാറേ? ചോദിച്ചോ, നമ്മുടെ ആളാ. പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചെന്നാൽ ഇംഗ്ലീഷ് അക്ഷരം കുറച്ച് എക്കാലക്സി കലക്കി വാഴക്കൂമ്പിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല മുഴുത്ത വാഴക്കൊല കിട്ടുമെങ്കിൽ സത്യമായിട്ട് ഞാൻ നാളെ തന്നെ കോളേജിൽ ചേർത്ത് പഠിച്ചത്. ദശകൂപ സമോ വാപി ദശവാപി സമോ ഹൃദ ദശഹൃദ സമോ പുത്ര ദശപുത്ര സമോ ദ്രുമ. 10 പുത്രന്മാരെ വളർത്തുന്നതിന് തുല്യമാണ് ഒരു മരത്തെ നട്ട് വളർത്തുന്നതെന്ന് യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പാരമ്പര്യമല്ലോ നമുക്ക്. അതെ. കർഷകൻ പഠിക്കേണ്ടത് മണ്ണിന്റെ മനസ്സാ. മരത്തിന്റെ ചെടിയുടെയൊക്കെ ഭാഷ അറിയണം. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കർഷകർക്ക് സർക്കാർ തരുന്ന സബ്സിഡി കൈയിട്ട് വരാനല്ലാതെ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ എന്നാ അറിയാം? ഏത് വിളക്ക് ഏത് വളം, ഏത് മണ്ണിന് ഏത് വിള, ഒരു ചുക്കും അറിയല്ല. അനാവശ്യം പറയരുത്. സാറ് ചൂടാതെ സാറേ. നാക്ക് 4 നട, കാല് 10, മൂക്ക് 3, മുഖത്ത് 6 കണ്ണ്. എന്നതാ പപ്പടം? നാക്ക് 4 അറിയല്ല. ചേന നടുന്നത് എപ്പോഴാ? പോട്ടെ. വാഴയ്ക്ക് കുഴിയെടുക്കുമ്പോ വിസ്തീർണം എന്നാ വേണം? അത് പറ. അതും അറിയല്ല. കർഷകനെ വിളയുന്നത് മാത്രം അറിഞ്ഞാൽ പോരാ. വിളയുന്ന സാധനം ഏത് നേരത്തെ തിന്നാൻ തിന്നൂടാന്നും കൂടെ അറിയണം. പയറ് പാതിര, മുതിര 3, മുക്കഴങ്ങപ്പോഴേ ചക്ക മുക്കിൽ. എന്നതാ? പോത്ത്. പറയട്ടെ. പിന്നെ നേരം കെട്ട നേരത്തെ പയറ് പുഴുങ്ങി തിന്നാലേ പാതിരാത്രി ആവുമ്പം ടോയ്ലറ്റിൽ പോവേണ്ടി വരും. നമുക്കൊക്കെ ആ സാർ ഇംഗ്ലീഷ് അല്ലയോ, അതാ ടോയ്ലറ്റ്. മുതിര എന്നാ 3 തന്നെ വെളിയിൽ പോകത്തുള്ളൂ. മുക്കഴങ്ങ് എന്നാ അപ്പോഴേ പോകും. ചക്ക എന്നല്ല മുക്കേ പോയച്ചിന് വീട്ടിൽ തിരിച്ചു പോരും. കത്രീന അങ്ങനെ ഷൈൻ ചെയ്യൊന്നും വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം ഒരു മുഖ്യ ഘടകമാണെന്ന്. നിങ്ങൾ മാന്യന്മാരെ അവമാനിക്കാണോ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്? അയ്യോ, ഈ സാറിന് തന്നെ പറ്റി. ദാ വന്നു, ദേ പോയി. കത്രീനാമ്മയ്ക്ക് ജയ്.